ഒരുപാട് ഇഷ്ടമുള്ള ജോലിയായിരുന്നു. പക്ഷെ അത്തരത്തിൽ ഇഷ്ടമുള്ളൊരു കാര്യം പെടാൻ കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ജോലി എന്തിനാ നമ്മളൊക്കെ ജോലി ചെയ്യുന്നത്? നമുക്കൊക്കെ ആഗ്രഹങ്ങളുണ്ടാവും, സ്വപ്നങ്ങളുണ്ടാവും, അല്ലെ? നല്ല രീതിയിൽ ജീവിക്കണമെന്നും ഒക്കെ എല്ലാവർക്കും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ട്. നിങ്ങൾ എന്നെ നോക്കി പിടിപ്പിക്കരുത്, ഞാൻ പെട്ടെന്ന് പോവാ. ഓക്കെ, ഇന്നല്ലോ അല്ലേ? എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ആ സ്വപ്നങ്ങൾ സത്യത്തിൽ നമ്മൾ മറന്നു പോകുന്നതിന്റെ കാരണം വെച്ചാൽ ജീവിച്ച് വരുമ്പോൾ എന്റെ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളായി. അത് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടാനായപ്പോൾ പിന്നെ ആ ആഗ്രഹങ്ങൾ കുറഞ്ഞു. അത് ജോലിക്കനുസരിച്ചായി പിന്നെ ആഗ്രഹങ്ങൾ പിന്നീട് നടക്കും എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് രക്ഷപ്പെടും, ഒരു കാലത്ത് മാറ്റം വരും, ഒരു കാലത്ത് ചേഞ്ച് വരും. അങ്ങനെ ചിന്തിച്ച് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഞാനൊരു സ്ഥലത്ത് വായിച്ചിട്ടുണ്ട്, പീപ്പിൾ dies at 30s and wait to bury at 70s. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യർ സ്വപ്നങ്ങളില്ലാത്തവരെ കുറിച്ച് പറയുന്നതാണ്. 30 വയസ്സിൽ ചത്തുപോവാണ്, 70 വയസ്സിൽ കുഴിച്ചിടാൻ വേണ്ടി കാത്തിരിക്കുക എന്ന് പറയാം. അപ്പൊ അത്തരത്തിൽ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലി സാധ്യതകൾ, നമുക്ക് അത്തരത്തിലുള്ള അവസരങ്ങളില്ല. ശരിയല്ലേ? അവസരം ഉണ്ടെങ്കിൽ നമുക്ക് വലിയ സ്വപ്നം കാണും. അപ്പൊ എന്റെ ജീവിതത്തിലും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഈ ജോലി തന്നെ ചെയ്യായിരുന്നു, എന്നാലും പോരാന്നൊരു ചിന്തയുണ്ട്. പക്ഷെ ഇഷ്ടമുള്ള ജോലിയാണ്. പക്ഷെ ആ ജോലി റിസൈൻ ചെയ്ത് ബിസിനസ്സിലേക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ MIT ചെയ്ത് ഒരുപാട് പേരുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഞാൻ കണ്ടിട്ടുണ്ട്. ആ മാറ്റങ്ങൾ കണ്ടപ്പോൾ എന്റെ കുടുംബത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ വ്യക്തി എനിക്ക് പേഴ്സണലി അറിയാം. എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് മാറി നിന്നതാണ്. പക്ഷേ ഞാൻ അദ്ദേഹത്തിനോട് ഈ ബിസിനസ് ചോദിച്ചു വാങ്ങി വരുന്നുണ്ടായി. ചിലപ്പോൾ നിങ്ങളെയൊക്കെ പലവരും നിർബന്ധിച്ച് ഇതിനകത്ത് കൊടുക്കുന്നതായിരിക്കാം. എനിക്ക് മനസ്സിലായ കാര്യം, ഇനിയും ഞാനിത് ചോദിച്ചില്ലെങ്കിൽ ഞാനായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടൻ. അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു വാങ്ങുകയാണ് ചെയ്തത്. ഇന്ന് തീർച്ചയായിട്ടും ഒരുപാട് നന്ദി പറയണം. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നല്ല കമ്പനി കിട്ടാന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ബിസിനസ്സിലേക്ക് വരാറുണ്ട്. പക്ഷെ ശരിയായ കമ്പനി, എന്റെ സുഹൃത്തുക്കളും ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് പല സുഹൃത്തുക്കളും പല കമ്പനിയിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് വരും. പക്ഷെ അവരൊന്നും ഡയറക്ഷനിങ് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ കമ്പനി കാരണം കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അത്തരത്തിൽ നല്ലൊരു കമ്പനിയിലേക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള, നല്ല ടീമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഗ്രേറ്റ് ലീഡർ, യൂണിവേഴ്സൽ ടീം കോർഡിനേറ്റർ, WIT സീലിംഗ് അച്ചീവർ മനോജ് സാർക്ക് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. അദ്ദേഹത്തിൽ നിന്ന് ഈ അവസരം ചോദിച്ചു വാങ്ങിയിട്ടുണ്ടായത്. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ന് എന്തൊക്കെ അച്ചീവ്മെന്റ് കാറ് വാങ്ങാൻ സാധിച്ചു. അതേപോലെ എല്ലാ ആഴ്ചകളിലും എനിക്ക് തോന്നുന്നു കൊറോണയ്ക്ക് ശേഷം ഒരാഴ്ച പോലും വരുമാനം വരാത്ത ആഴ്ചകളിലെ ആഴ്ച വരുമാനം, മാസ വരുമാനം, എല്ലാ വരുമാനം കിട്ടുന്നു. അതേപോലെ തന്നെ ഇന്ന് വലിയ സ്വപ്നങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു. ഇപ്പൊ കാറ് വാങ്ങി, ആദ്യം ഒരു കാറ് വാങ്ങി ഒരു സാൻഡ്രോ വാങ്ങാൻ ആലോചിച്ച് ചിന്തിച്ചത് വാങ്ങാതിരുന്ന ആളാണ്. ഇന്നിപ്പോ ഞാൻ ആഗ്രഹിക്കുന്ന അടുത്ത കാറ് വാങ്ങാൻ എത്രയും പെട്ടെന്ന് വാങ്ങണം ചിന്തിച്ചിട്ടാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോ നമ്മുടെ ആശയങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും എല്ലാം വലുതാക്കി തന്നത്, ഇല്ലെങ്കിൽ ആ ചിന്താഗതിയൊക്കെ വലുതാക്കി തന്നത് ഇത്തരത്തിലൊരു കമ്പനിയാണ്, ഇത്തരത്തിലൊരു ആശയമാണ്. എനിക്ക് പറയാനുള്ളത്, ഞാനൊരു സ്ഥലത്ത് കണ്ടിട്ടുണ്ട്, ഒരു ഇന്റർവ്യൂ കണ്ടതാണ്, നിങ്ങൾക്കും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരു അഡ്വക്കേറ്റ് പറയാ, ഈ കാലഘട്ടത്തിൽ ഇനിയും ഡയറക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവനായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടൻ. അപ്പൊ അത്തരത്തിൽ മണ്ടന്മാരാവാതിരിക്കാനാണ് എനിക്ക് പറയാനുള്ളത്. ₹1 ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ, ₹1 പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ, ഇപ്പൊ ഇത്രയും ഞാൻ ₹1 ഉൽപ്പന്നം ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ കുറച്ചൊരു 10,000 ഉൽപ്പന്നം വാങ്ങി, ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 5 കോടിക്ക് മുകളിൽ ടേൺ ഓവർ കംപ്ലീറ്റ് ചെയ്തു. ഒരു കടയിട്ടില്ല, ഒരു അക്കൗണ്ട്സ് വെച്ചിട്ടില്ല. ഇന്ന് കഴിഞ്ഞ മാസം ഞാൻ നോക്കിയപ്പോൾ എന്റെ DTC ലീഡേഴ്സിന് ഞാൻ ₹1 പോക്കറ്റിന് കൊടുത്തില്ല. ഈ കമ്പനിയുടെ 5 ലക്ഷം രൂപയിൽ കൂടുതൽ എന്റെ ടീമിലുള്ള ആൾക്കാർക്ക്, DTC ലീഡേഴ്സിന് മാത്രമേ, ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ ലീഡേഴ്സിന് മാത്രം അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ചു, ₹1 എക്സ്പെൻസ് എന്റെ പോക്കറ്റിന് കൊടുത്തിട്ടില്ല, 5 ലക്ഷം രൂപ ശമ്പളം പോയിരിക്കുന്നു. ഹലോ, അപ്പൊ ഇത്തരത്തിൽ മാൻ പവർ എക്സ്പെൻസ് ഇല്ലാതെ, ഇത്തരത്തിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ, ഇത്തരത്തിലുള്ള റിസ്ക് ഇല്ലാതെ ഇന്ന് ഏത് ബിസിനസ് ഉണ്ട്? ഇത്തരത്തിൽ ഹോട്ടൽ തുടങ്ങാൻ എത്ര റിസ്ക് ആണ് അവരോട് ചോദിച്ചാൽ ോ? അപ്പോ തീർച്ചയായിട്ടും നല്ലൊരു അവസരമാണ്, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് ഒന്നും നഷ്ടം വരാനില്ല. ധൈര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഉൽപ്പന്നങ്ങൾ ഓൾറെഡി പ്രൂവൺ ആണ്, അതിനെ കുറിച്ചൊന്നും പറയാനില്ല. നിങ്ങൾ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഓരോ ഉൽപ്പന്നങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഉണ്ട്. ഇനി വരുമാനം കിട്ടുമോ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരുമാനം കിട്ടുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ന് MIT മാർക്കറ്റിംഗിൽ ഉണ്ട്. ധൈര്യമായിട്ട് ഏറ്റെടുത്ത് പ്രവർത്തിക്കുക. ഗവൺമെന്റ് സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ ശക്തമായിട്ട് ഏറ്റെടുത്ത് പ്രവർത്തിക്കുക. അത്തരത്തിൽ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും MIT ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, ഒപ്പം തന്നെ ഇന്ന് നമുക്ക് ബ്രാൻഡ് ന്യൂ ലീഡേഴ്സിന് എല്ലാവർക്കും, പ്രത്യേകിച്ച് RTC ലീഡർ കരുഷ മേഡം, നമ്മുടെ ഷിബിൻ സാർ, നാഷണൽ ടീം കോർഡിനേറ്റർ ഷിബിൻ സാർക്കും എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് തൽക്കാലം ജയ് ഹിന്ദ്, ജയ് MIT മാർക്കറ്റിംഗ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സുജിത് സാർ. ഇത്രയും പെട്ടെന്ന് തന്നെ സാറിന് അടുത്ത റാങ്ക് അച്ചീവ് ചെയ്യാൻ